നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്ക് അത് നാക്കിൻ്റെ തുമ്പത്തുണ്ട്, പക്ഷെ പുറത്തേക്ക് വരുന്നില്ല. അല്ലെങ്കിൽ നമ്മളൊരു റൂമിലേക്ക് എന്തോ എടുക്കാൻ വേണ്ടി നടന്നു പോവുകയാണ്. അവിടെ എത്തുന്ന സമയത്ത് എന്തിനാണ് വന്നത് എന്ന് നമ്മൾ മറന്നു പോകുന്നു. എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ളൊരു കാര്യമാണിത്. കുറച്ച് കാലം മുമ്പ് വരെ ഇതൊക്കെ വെറും തമാശകളായിരുന്നു. പക്ഷേ ഈ ഇടയായിട്ട് ഈ ഒരു അവസ്ഥ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാകുന്നില്ലേ? നമ്മുടെ ഓർമ്മശക്തി കുറയുന്നുണ്ടോ? ഈ ഒരു ഫോണിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എനിക്ക് മാത്രമല്ല, ലോകം മുഴുവൻ ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു ഫ്രീക്വൻസി കൂടിയിരിക്കുന്നതായിട്ട് കാണാം. നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ളൊരവസ്ഥയ്ക്ക് ഇൻ്റർനെറ്റിൽ പൊതുവെ ഒരു പേര് പറയാറുണ്ട്. അതാണ് ബ്രെയിൻ റോട്ട്. അതായത് തലച്ചോറ് അഴുകിപ്പോകുന്നത് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പുസ്തകത്തിൻ്റെ 2 പേജ് വായിക്കുമ്പോഴേക്കും ശ്രദ്ധ നഷ്ടപ്പെട്ടു പോവുക, ഒരു സിനിമ പൂർണ്ണമായിട്ടും കാണാൻ പറ്റാതെ ഇരിക്കുക, സ്വന്തം ചിന്ത പോലും എവിടെയാണ് നിർത്തിയത് എന്ന് ആലോചിച്ച് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു മരവിപ്പുണ്ടാക്കുക. ഇതൊക്കെ വെറും തോന്നലാണോ, അതോ നമ്മുടെ കൺമുന്നിൽ നമ്മളറിയാതെ നമ്മുടെ തലച്ചോറിന് പൊതുവെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് അൾഷിമേഴ്സോ ഡെമൻഷ്യയോ പോലെയുള്ള ഭീകരമായിട്ടുള്ള രോഗങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. അതൊക്കെ തന്നെ തലച്ചോറിലുള്ള സെൽസുകൾ നശിക്കുന്നൊരവസ്ഥയാണ്. പക്ഷേ ഇതല്ല, നമ്മുടെ കഴിവിനുണ്ടാകുന്ന ഒരു ശോഷണമാണ്. പലരും വിചാരിക്കുന്നത് നമ്മുടെ തലച്ചോറ് ഒരു ലൈബ്രറി പോലെയാണെന്നോ കമ്പ്യൂട്ടർ പോലെയൊക്കെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് ഒരു കാടാണ്. ജീവനുള്ള, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന, അതിന് തയ്യാറാകുന്നൊരു കാട്. അപ്പോൾ എന്താണ് ആരോഗ്യമുള്ളൊരു തലച്ചോറ്? അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ പറയുമല്ലോ മനസ്സെന്ന് പറയുമ്പോൾ ആക്ച്വലി അതിൻ്റെ ഒരു കേന്ദ്രമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് തലച്ചോറാണ്. വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു ലൈബ്രറിയോ മെമ്മറി കാർഡോ SSDയോ അങ്ങനെയാണെന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും അതല്ല സത്യം. നമ്മുടെ തലച്ചോറ് ഒരു നിബിഡമായ വനമാണെന്ന് കരുതി കഴിഞ്ഞാൽ അതിലെ ഓരോ ഓർമ്മയും ഓരോ കഴിവും ഓരോ ചിന്തയും അതെല്ലാം ഓരോ വഴികളാണ്. നമ്മൾ ആദ്യമായിട്ട് സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ എങ്ങനെയാണ്? ഒരു വെട്ടുകത്തിയെടുത്ത് ഒരു കാട്ടിലൂടെ ഒരു പുതിയ വഴി തന്നെ വെട്ടി ഉണ്ടാക്കേണ്ടി വരും ചില സമയങ്ങളിൽ. കാരണം വഴിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. തുടക്കത്തിൽ അത് ഭയങ്കര പാടായിരിക്കും അല്ലേ? അങ്ങനെ ഒരുപാട് തവണ ആ വഴിയിൽ നമ്മൾ തെന്നി വീഴും. ആ വഴി വളരെ വ്യക്തമായിരിക്കില്ല. പക്ഷേ പിറ്റേ ദിവസം അതേ വഴിയിലൂടെ സൈക്കിൾ ഓടിക്കുമ്പോൾ വഴി കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അങ്ങനെ ഡെയിലി പോയി തുടങ്ങുമ്പോൾ ആ വഴി പതിയെ പതിയെ ഒരു നടപ്പാതയായിട്ട് മാറും. പിന്നെ അതൊരു ടാറിട്ട റോഡാകും. പിന്നീട് അതൊരു സൂപ്പർ ഹൈവേ ആയിട്ട് മാറും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. സൈക്കിൾ എടുത്തുകൊണ്ട് ഇറങ്ങുക, ആ സൈക്കിൾ താനേ അങ്ങോട്ട് പോയിക്കോളും. മീൻസ് നമ്മൾ ചവിട്ടിയാൽ മാത്രം മതി. ഇത്തരത്തിൽ നമ്മുടെ തലച്ചോറിനും ചില കാര്യങ്ങളുണ്ട്. ചില പ്രത്യേക ടാസ്കുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ആദ്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഗിറ്റാർ പഠിക്കുക, വയലിൻ പഠിക്കുക, അല്ലെങ്കിൽ ഒരു പുസ്തകം കുറേ നാളുകൾക്ക് ശേഷം വായിക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ. പക്ഷേ ക്രമേണ നമ്മളത് റിപ്പീറ്റബിളായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ മാസ്റ്ററായി മാറും. ഒരു കാലത്ത് കാല് കുത്താതെ സൈക്കിളോ ബൈക്കോ ഓടിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച ഒരാൾ, അല്ലെങ്കിൽ തനിക്ക് നീന്തൽ ഒരിക്കലും പഠിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച ഒരാൾ, അല്ലെങ്കിൽ തനിക്ക് ഒരിക്കലും ഒരു ഉക്കുലേല് വായിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച ഒരാൾക്ക് പിന്നീട് അത് വളരെ ആയാസരഹിതമായൊരു പ്രോസസ്സായി മാറുന്നു. ഈ ഒരു ഈ ഒരു രീതിയിലുള്ള തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ചില ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാലൻസ് കണക്കാക്കുന്ന, നമ്മുടെ ഡിസ്റ്റൻസ് കണക്കാക്കുന്ന, നമ്മുടെ ശ്വാസോച്ഛ്വാസ നിരക്കും മെറ്റബോളിസം ഒക്കെ തന്നെ കോർഡിനേറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടി നമ്മുടെ തലച്ചോറ് റെഡിയാകുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈ ഒരു ആശയത്തിന്, അതായത് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നതിന് നല്ല ഗുണങ്ങളുണ്ട് എങ്കിലും ഇത്തരത്തിൽ ചില പർട്ടിക്കുലർ ടാസ്കുകളെ മാത്രം സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഒരു പേടിപ്പിക്കുന്ന മറ്റൊരു മറുപുറം അതിനുണ്ടാകുന്നതായിട്ട് കാണാം. അതായത് വേറിട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത മേഖലകളിലുള്ള ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധം ക്രമേണ ഇല്ലാതാകും. വർഷങ്ങളായിട്ട് നമ്മൾ നേടിയെടുത്ത, നമുക്ക് ജന്മനാ കിട്ടിയ കുറേ കഴിവുകൾ ഒരു കൃത്യമായ പാതയായിട്ട് അവിടെ കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ അതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ മറ്റൊരു കാര്യത്തിലേക്ക് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പുതിയ കാര്യത്തിലേക്ക് മാത്രം ബ്രെയിൻ ആക്ടിവേറ്റ് ആവുകയും പഴയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗങ്ങൾ ഉപയോഗിക്കാതെ ഇടുന്ന വഴികൾ പോലെ പതിയെ കാട് കയറി നശിച്ചു പോകുന്നതായിട്ട് കാണാം. അവിടെ പുല്ലും വള്ളികളും ഒക്കെ വളർന്ന് ആ വഴി തന്നെ ക്രമേണ ഇല്ലാതാകും. നമ്മുടെ തലച്ചോറിൽ ഇത്തരത്തിൽ വഴികൾ ഏത് വേണം, വഴികൾ ഏത് വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന രീതിയിൽ ന്യൂറോണുകളെ കൃത്യമായിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്നത് മൈക്രോഗ്ലിയ എന്ന് പറയുന്ന കോശങ്ങളാണ്. ഇവ വന്ന് ഉപയോഗമില്ലാത്ത വഴികളെ വെട്ടിമാറ്റി കളയുമെന്ന് ആലങ്കാരികമായിട്ട് പറയാം. ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത ന്യൂറൽ കണക്ഷൻസിൻ്റെ പ്രവർത്തനത്തെ അവസാനിപ്പിക്കുന്നതിനെയാണ് സിനാപ്റ്റിക് പ്രൂണിംഗ് എന്ന് പറയുന്നത്. തലച്ചോറ് എപ്പോഴും ഊർജ്ജം ഉപയോഗിക്കുന്നത് വളരെ കൺസേർവ്ഡ് ആയിട്ടാണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ 20% ഊർജ്ജം ഉപയോഗിക്കുന്ന തലച്ചോറാണ്. അതുകൊണ്ട് എവിടെ ആവശ്യത്തിന് വേണം, എവിടെ ആവശ്യത്തിന് വേണ്ട എന്നൊക്കെ അത് കൃത്യമായി തീരുമാനിക്കാറുണ്ട്. സോ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ഭാഗത്തേക്ക് എന്തിനാണ് ഒരു സൂപ്പർ ഹൈവേ എന്ന് വിചാരിച്ച് നമ്മൾ ഉപയോഗിക്കാത്ത കഴിവുകളെ അത് അവസാനിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. സോ അങ്ങനെയാണെങ്കിൽ
ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ മനോഹരവും ചലഞ്ചുകൾ നിറഞ്ഞതുമായിട്ടുള്ള നല്ല കാട്ടുപാതകളെയെല്ലാം ഉപേക്ഷിച്ച് ഒരു അൽഗോരിതം നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരൊറ്റ നേരായ ഒരിക്കലും തീരാത്ത ഒരു സിമ്പിൾ സൂപ്പർ ഹൈവേയിലൂടെ മാത്രം നമ്മൾ സഞ്ചരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്ന ഒന്നാണ്. വെറുതെ സ്ക്രോൾ ചെയ്ത് പോകുന്ന യാതൊരു എഫേർട്ടും ഇടാതെ ഈ വീഡിയോ പോലും നല്ലതുപോലെ ഇത്രയും സമയം കാണാൻ കഴിയാത്ത രീതിയിൽ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ട ആളുകൾ അവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ലോ എഫർട്ട് ഹൈവേകളാണ് അവരുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി പലപ്പോഴും ഓവർ ഫോൺ യൂസിലൂടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലെ കാട് മറ്റെല്ലാ വഴികളെയും അങ്ങനെ മൂടി തുടങ്ങും. നമുക്ക് യാത്ര ചെയ്യാൻ വളരെ കുറച്ച് വഴികൾ മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. ഇത് വെറുതെ ഞാൻ ആലങ്കാരികമായിട്ടോ കാവ്യാത്മകമായിട്ടോ പറയുന്നതല്ല. ഇത്തരത്തിൽ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന വഴികളെല്ലാം തന്നെ കാടായി മാറുന്ന പ്രക്രിയയെ സത്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ലണ്ടനിലെ ടാക്സി ഡ്രൈവർമാരുടെ കാര്യത്തിലെടുത്ത ഒരു പരീക്ഷണം. ആ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. GPS വരുന്നതിന് മുമ്പ് ലണ്ടനിലെ ഒരു ടാക്സി ഡ്രൈവർക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ ദ നോളജ് എന്ന് പറയുന്ന ഒരു പരീക്ഷ അവർ പാസ്സാകണമായിരുന്നു. ലണ്ടൻ നഗരത്തിലെ 25,000 തെരുവുകളും ആയിരക്കണക്കിന് പ്രധാന സ്ഥലങ്ങളും ഒരു തരിമ്പ് പോലും തെറ്റാതെ മനഃപ്പാഠമാക്കുന്ന ഒരു പരീക്ഷയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കഠിനമായിട്ടുള്ള ഓർമ്മശക്തി പരീക്ഷകളിലൊന്നായിരുന്നു ദ നോളജ്. വർഷങ്ങളെടുക്കും ഒരു ടാക്സി ഡ്രൈവർ അത് പഠിച്ചെടുക്കാൻ. പക്ഷേ 2000-ൻ്റെ തുടക്കത്തിൽ എലിനർ മഗ്വയർ എന്ന് പറയുന്ന ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് ഈ കഠിനമായ പരീക്ഷണം എങ്ങനെയാണ് ഈ ഡ്രൈവർമാരുടെ തലച്ചോറിൽ മാറ്റം വരുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തു. അവർ ഒരു കൂട്ടം ടാക്സി ഡ്രൈവർമാരെ MRI സ്കാനിങ്ങിൻ്റെ ഉള്ളിലേക്ക് കിടത്തി. എന്നിട്ട് അവർ വരുന്ന അതേ സ്ഥലത്തുള്ള സാധാരണ ആളുകളുള്ള ഒരു ഗ്രൂപ്പുമായിട്ട് അവരുടെ ബ്രെയിനിനെ താരതമ്യം ചെയ്തു. റിസൾട്ട് അതിശയിപ്പിക്കുന്നതായിരുന്നു. ടാക്സി ഡ്രൈവർമാരുടെ തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന ഓർമ്മശക്തിക്കും സ്പേഷ്യൽ റെക്കഗ്നിഷൻ, സ്ഥലങ്ങളെക്കുറിച്ച് ഓർമ്മിക്കാനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹിപ്പോ ക്യാമ്പസ്. അതിൻ്റെ ഒരു വളഞ്ഞ രൂപം കാരണമാണ് അതിനെ ഹിപ്പോ ക്യാമ്പസ് എന്നുള്ള ആ ഒരു ഗ്രീക്ക് വാക്കിൽ നിന്ന് വിളിക്കുന്നത്. ഈ ഒരു പാർട്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ വലുതായിരിക്കുന്നതായിട്ട് കാണാം. അവർ എത്ര കാലമായിട്ട് ജോലിയിലുണ്ടോ അത്രയും കാലം വലിപ്പം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്രയും കാലത്തെ വലിപ്പം ഉണ്ടായിരുന്നു ആ ഭാഗത്തിന്. അതായത് കഠിനമായ ഒരു ജോലി തിരഞ്ഞെടുത്തത് കൊണ്ട് അവർ അവരുടെ തലച്ചോറിൻ്റെ ഘടനയെ തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നതാണ് സംഭവം. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? പക്ഷേ ഇതിനൊരു വിപരീത പരീക്ഷണം കൂടി നടന്നിട്ടുണ്ട് അതിന് മുൻപ്. അത് 1960-കളിൽ എലികളിൽ നടന്ന ഒരു പരീക്ഷണമാണ്. ഒരു കൂട്ടം എലികളെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ബോറടിപ്പിക്കുന്ന വെറുതെ ഒരു കൂട്ടിലടയ്ക്കുന്നു. മറ്റൊരു കൂട്ടത്തെ കളിപ്പാട്ടങ്ങളും ഏണികളും തുരങ്കങ്ങളും ഒക്കെയുള്ള ഒരു ഡിസ്നി ലാൻഡ് പോലെയുള്ള എൻ്റർടൈൻ ചെയ്യാൻ കഴിയുന്ന കൂട്ടിലേക്ക് വിടുന്നു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഈ രണ്ട് വിഭാഗത്തിൻ്റെയും തലച്ചോറ് പരിശോധിച്ചപ്പോൾ വ്യത്യാസം വളരെ വലുതായിരുന്നു. ആ ഡിസ്നി ലാൻഡ് പോലെയുള്ള സ്ഥലത്ത് ജീവിച്ച എലികളുടെ തലച്ചോറിൻ്റെ ന്യൂറൽ കണക്ഷൻസിൻ്റെയും ആ തലച്ചോറിൻ്റെ കട്ടിയും വളരെ കൂടുതലായിരുന്നു എന്ന് കാണാൻ കഴിഞ്ഞു. പുതിയ കണക്ഷനുകൾ അവരുടെ ബ്രെയിനിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ബോറൻ കൂട്ടിൽ ജീവിച്ച എലികളുടെ തലച്ചോറിൻ്റെ വളർച്ചയാകട്ടെ അത് മുരടിച്ചു പോയിരുന്നു. ഇവിടെയാണ് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം വരുന്നത്. നമ്മുടെ ഫോണിലെ ആ ഒരിക്കലും തീരാത്ത സ്ക്രോളിംഗ് ഇല്ലേ, അതൊരു കൊഗ്നിറ്റീവ് ഡിസ്നി ലാൻഡ് ആണോ, അതോ അതൊരു ഡിജിറ്റൽ കേജ് ആണോ? നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടാണ് നമ്മുടെ തലച്ചോറിനെ രൂപപ്പെടുത്തുന്നത് എന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ നമ്മുടെ ഈ ഡിജിറ്റൽ ലോകം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയല്ല, നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് എന്ന് പറയാം. നമ്മുടെ ശ്രദ്ധയാകട്ടെ വളരെ ദുർബലമായ ഒന്നാണ്. അതെങ്ങനെയാണ് എന്നറിയണോ? 1999 ഡാനിയൽ സൈമൺസും ക്രിസ്റ്റഫർ ചാംബർസും ചേർന്നുകൊണ്ട് അവരുടെ പ്രശസ്തമായ ഇൻവിസിബിൾ ഗൊറില്ല എന്ന് പറയുന്ന ഒരു പരീക്ഷണം നടത്തിയിരുന്നു. ഒരു വീഡിയോ കാണിച്ചിട്ട് അതിൽ വെള്ള ഷർട്ടിട്ട ടീം എത്ര തവണ ബാസ്ക്കറ്റ് ബോൾ പാസ് ചെയ്യുന്നുണ്ട് എന്ന് എണ്ണാൻ വേണ്ടി മത്സരാർത്ഥികളോട് അവർ ആവശ്യപ്പെട്ടു. വളരെ ശ്രദ്ധ ആവശ്യമുള്ള പക്ഷേ സിമ്പിളായൊരു ജോലിയാണ്. എന്നാൽ ആ വീഡിയോയിൽ ആ സംഭവം നടക്കുന്നതിനിടയ്ക്ക് ഒരു ഗൊറില്ലയുടെ വേഷമിട്ട വ്യക്തി ആ ഒരു കളിയുടെ ഇടയിലേക്ക് കടന്നു വന്നതിന് ശേഷം നെഞ്ചിലിടിച്ചിട്ട് തിരികെ നടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ സർവേ ഫലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ട പകുതി പേർക്കും ആ ഗൊറില്ലയെ കണ്ടതായിട്ട് ഓർമ്മയില്ല. അവർ ആ പാസ് എണ്ണുന്നതിൽ അത്രയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് കൊണ്ടാണ് ഒരു ഗൊറില്ല ആ സ്ക്രീനിലൂടെ നടന്നു പോയിട്ടും അവരുടെ തലച്ചോറ് ആ യാഥാർത്ഥ്യത്തെ എഡിറ്റ് ചെയ്ത് കളഞ്ഞതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനെയാണ് ഇൻഅറ്റൻഷൻ ബ്ലൈൻഡ്നെസ് എന്ന് പൊതുവെ വിളിക്കാറുള്ളത്. ഇത് തെളിയിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് ഒരു ക്യാമറ പോലെ അല്ല, അതിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, മറിച്ച് അതിന് പ്രധാനമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വെച്ച് ഒരു ചിത്രം വരയ്ക്കുകയാണ് സാധാരണഗതിയിൽ നമ്മുടെ കാഴ്ച എന്ന് പറയുന്ന പ്രോസസ്സ് തലച്ചോറ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള മറ്റൊരു പ്രതിഭാസമാണ് ചേഞ്ച് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഒരാളോട് മറ്റൊരാൾ വഴി ചോദിക്കുകയാണ്. അപ്പോൾ ഞാനാണ് ആൾ, മറ്റൊരാൾ എന്നോട് വന്ന് വഴി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വഴി പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എൻ്റെയും അയാളുടെയും ഇടയിലൂടെ രണ്ടുപേര് ഒരു ഡോറുമായിട്ട് പിടിച്ച് കടന്നു പോവുകയാണ്.
അപ്പോൾ ഞങ്ങളുടെ സംസാരം ഇൻറ്ററപ്റ്റഡ് ആയി. പക്ഷേ ഈ ഇൻറ്ററപ്റ്റഡ് ആകുന്ന വഴിക്കിടയിൽ തന്നെ ഈ ഡോറുമായിട്ട് കടന്നു പോകുന്ന വ്യക്തിയുടെ അപ്പുറത്ത് രഹസ്യമായിട്ട് ഒരാൾ വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി ആ ഡോറിൻ്റെ മറയിലൂടെ പാസ് ചെയ്തു പോയി. അതിനുശേഷം ഡോറ് കടന്നു പോയപ്പോൾ വേറൊരു വ്യക്തിയാണ് എന്നോട് സംസാരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് എനിക്ക് അത്രയധികം പ്രാധാന്യമുള്ള കാര്യമായതുകൊണ്ട് ഈ ഡോറിൻ്റെ വിടയിലൂടെ രണ്ടാളുകളും പരസ്പരം മാറിയത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഒന്നും സംഭവിക്കാത്തതുപോലെ ഞാനും അവരും തമ്മിലുള്ള സംസാരം തുടർന്നു കഴിഞ്ഞാൽ സത്യത്തിൽ അവിടെയുള്ള കണ്ടിന്യൂറ്റി എന്താ യാഥാർത്ഥ്യം? സത്യത്തിൽ അവിടെ നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണയാണ്. നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് നേർത്ത വെളിച്ചം എവിടെയാണോ പതിയുന്നത് അതിനനുസരിച്ച് ഓരോ നിമിഷവും കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്ക്രോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച്. നമ്മളൊരു ജോലിയിലാണോ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ വെറുതെ കാര്യങ്ങൾ സ്വീകരിക്കുകയാണ്. നമ്മുടെ ശ്രദ്ധ ഈ സ്ക്രീനിൽ ഇങ്ങനെ ഉടക്കി കിടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ഗൊറില്ലകളെയും അതിൻ്റെ ആക്ഷൻസ് നമ്മൾ കാണാതിരിക്കും. മാറുന്ന മുഖങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇത് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, മെൻ്റലായിട്ടുള്ള കാര്യങ്ങളിലും അഫക്റ്റ് ചെയ്യാറുണ്ട്. വളരെ കോംപ്ലക്സ് ആയ ഒരു ആശയമോ അല്ലെങ്കിൽ ഒരു ഇമോഷനോ ഒരു പുതിയ ക്രിയേറ്റീവായിട്ടുള്ള ചിന്തയോ അവയൊക്കെ നമ്മുടെ അരികിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കും അതവിടെ ഉണ്ടായിരുന്നില്ല എന്ന്, അല്ലെങ്കിൽ അത് അറ്റൻഷൻ വേണ്ട ഒരു കാര്യമല്ല എന്ന്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയി മാറുന്നത്. നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ആ തലയോട്ടിയുടെ പുറത്തേക്ക് പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ആൻഡി ക്ലാർക്ക്, ഡേവിഡ് ചാൽമേഴ്സ് എന്നീ 2 ഫിലോസഫേഴ്സ് മുന്നോട്ട് വെച്ച എക്സ്റ്റെൻഡഡ് മൈൻഡ് തീസിസ് എന്ന് പറയുന്ന ഒരു സുപ്രധാനമായിട്ടുള്ളൊരു ആശയമുണ്ട്. ഈ ആശയം അനുസരിച്ച് നമ്മുടെ മനസ്സ് നമ്മുടെ തലച്ചോറിൽ മാത്രം ഒതുങ്ങുന്നൊരു കാര്യമല്ല. നമ്മൾ ചിന്തിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ഭാഗമാണെന്നാണ് അവർ പറയുന്നത്. ഉദാഹരണത്തിന് ഫോൺ നമ്പറുകൾ ഓർക്കാൻ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. ഒന്നീ ബുക്കിൽ എഴുതി വയ്ക്കും, നമ്മളെ പ്രധാനപ്പെട്ട നമ്പറുകൾ നമ്മൾ കാണാതെ പഠിച്ച് ലാൻഡ് ലൈനിൽ സംസാരിക്കും. പക്ഷേ ഇപ്പോൾ ഫോണിൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു മാർഗ്ഗം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വഴി കണ്ടുപിടിക്കാൻ നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല, ആരോടും അങ്ങനെ വഴി ചോദിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരുന്നില്ല. സോ നമ്മുടെ ഓർമ്മയുടെയും ചിന്തയുടെയും ഒരു ഭാഗം നമ്മൾ പോക്കറ്റിലിരിക്കുന്ന ഫോണിന് ഒരു പുറം കരാർ കൊടുത്തിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റ നോട്ടത്തിൽ ഇതൊരു സൂപ്പർ പവർ പോലെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷേ ആ കാടിൻ്റെയും അതിനെ വെട്ടിത്തെളിക്കുന്ന തോട്ടക്കാരൻ്റെയും കാര്യം ഓർമ്മയില്ലേ? നമ്മൾ വഴി കണ്ടുപിടിക്കാനുള്ള കഴിവ് ഗൂഗിൾ മാപ്പിന് കൊടുക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നമ്മൾ ഈ സ്പേഷ്യൽ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ഉപയോഗിച്ച് വളർത്തി വെച്ചിരുന്ന പല ഭാഗങ്ങളുടെയും പ്രവർത്തനം നിൽക്കും. സോ നമ്മുടെ തലച്ചോറിനുള്ളിലെ വഴി കണ്ടുപിടിക്കാനുള്ള ഹൈവേ ഉപയോഗശൂന്യമായി കിടക്കുന്നത് കൊണ്ട് നമുക്കത് പിന്നീട് GPS ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മുൻപ് പോയ സ്ഥലം തന്നെ GPS ഇല്ലാതെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അത് വളരെ വലിയ ബുദ്ധിമുട്ടായി മാറുകയും അവിടുത്തെ ന്യൂറൽ കണക്ഷൻസ് വീക്കാവുകയും ചെയ്യും. നമ്മൾ ഓർമ്മകൾ ഫോണിൽ സൂക്ഷിക്കുന്ന സമയത്ത് തലച്ചോറിലെ ഓർമ്മയുടെ വഴികൾ ദുർബലമാവുകയും പതിയെ പതിയെ നമ്മുടെ തലച്ചോറിലെ പല വഴികളും കാട് കയറി ആ കപ്പാസിറ്റി ഇല്ലാതാവുകയും ചെയ്യും. സോ ഞാൻ ഈ പറയുന്ന നമ്മുടെ തലച്ചോറൊരു മെമ്മറി കാർഡാണെന്നോ ഈ പറയുന്ന സൗകര്യങ്ങൾ ഉപയോഗിക്കേണ്ട എന്നുള്ളതോ അല്ല. പക്ഷേ സിംപ്ലി നമുക്ക് സർവൈവ് ചെയ്യാൻ, നമ്മൾ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ബേസിക് ആയിട്ടുള്ള നമ്മുടെ കഴിവുകൾ കൂടി നമ്മൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. പല പ്രത്യേക സാഹചര്യങ്ങളിലും നമുക്കിതൊക്കെ തന്നെ ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ യന്ത്രത്തിൻ്റെ കൂടി ഭാഗമായി മാറുന്ന മനസ്സിനുടമയായി കഴിഞ്ഞാൽ അത് സത്യത്തിൽ വളരെയധികം ഭാവിയിൽ എവിടെയെങ്കിലുമൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. ഈ പരിപാടി ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രശ്നമല്ല. ആക്ച്വലി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സോക്രട്ടീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുത്തെന്ന് പറയുന്ന ടെക്നോളജിയെക്കുറിച്ച് ഇതേ പേടി പ്രകടിപ്പിച്ചിരുന്നതായിട്ട് കാണാം. ഈ പേപ്പറിൽ എഴുതി വയ്ക്കുന്നത് വന്നാൽ ആളുകൾ ഒന്നും ഓർമ്മിക്കാതിരിക്കുകയും പകരം എല്ലാം എഴുതി വയ്ക്കുമെന്നും അത് അവരുടെ ജ്ഞാനത്തിനെ, നോളജിനെ ഇല്ലാതാക്കുമെന്ന് സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്. സോക്രട്ടീസിന് പക്ഷേ അവിടെ തെറ്റുപറ്റിയെന്ന് ഞാൻ പറയും. കാരണം എഴുത്ത് വന്നതുകൊണ്ടാണ് നമുക്ക് ശാസ്ത്രവും ചരിത്രവും എല്ലാം കെട്ടിപ്പടുക്കാനും നമ്മുടെ അറിവ് പുതിയ തലമുറയ്ക്ക് കൈമാറാനും കഴിഞ്ഞത്. പക്ഷേ ഇന്നത്തെ ടെക്നോളജിയും എഴുത്തും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറയും. പുസ്തകം എന്ന് പറയുന്നത് ഒരു പാസീവ് ഉപകരണമാണ്. നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് കഷ്ടപ്പെട്ട് വായിച്ച് അതിൽ നിന്ന് നമ്മൾ വിവരങ്ങളെ എക്സ്ട്രാക്റ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്തെടുക്കണം. എന്നാൽ സ്മാർട്ട് ഫോണുകളും ആപ്ലിക്കേഷൻസും അങ്ങനെയല്ല ചെയ്യുന്നത്. അവ ആക്റ്റീവ് എലമെൻസ് ആണ്. അവരൊരിക്കലും നമ്മൾ അങ്ങോട്ട് ചെല്ലാനല്ല കാത്തു വയ്ക്കുന്നത്. അവർ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് ഇടിച്ചു കയറി നമുക്ക് കാര്യങ്ങൾ തരും. സോ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അവരെന്ത് വേണമെങ്കിലും ചെയ്യും. സോ അതിൻ്റെ ലക്ഷ്യം നമ്മുടെ വളർച്ചയല്ല, നമ്മുടെ ശ്രദ്ധയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറിയാണ് ഫോണായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ലൈബ്രറിയൻ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളൊരു കൊച്ചുകുട്ടിയാണെന്ന് ആലോചിച്ച് നോക്കി. പുസ്തകങ്ങൾ വായിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിന് സമ്മതിക്കാതെ ഓരോ നിമിഷവും നമ്മുടെ മുഖത്തേക്ക് തിളങ്ങുന്ന കളിപ്പാട്ടങ്ങൾ എറിഞ്ഞ് നമ്മുടെ അറ്റൻഷനെ കാർന്ന് തിന്നുന്ന ഒരു കുട്ടിയെപ്പോലെ. സോ എന്താണ് ഇതിനൊരു പരിഹാരം? ഫോൺ എടുത്ത് കളയണോ? വേണ്ട. ഇതിനെതിരെയുള്ള ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ഒന്നല്ല. അങ്ങനെ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ലൈഫിൻ്റെ നിയന്ത്രണം തിരികെ പിടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ തലച്ചോറിന് എക്സർസൈസ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിനെയാണ് നമ്മൾ സെൽഫ്
ലേണിംഗ്, സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത്. അന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനഃപ്പാഠമാക്കാനുള്ള കഴിവല്ല തരുന്നത്. മറിച്ച് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ നമ്മൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനും ആ ചിന്തിക്കാനുള്ള നമ്മുടെ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനും കഴിയും. വളരെ ലളിതമായ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതിയാവും. ഒരു പുസ്തകം വായിക്കുക, ഹൈപ്പർ ലിങ്കുകളൊന്നുമില്ലാത്ത, നമ്മുടെ ശ്രദ്ധയെ കാർന്നു തിന്നാത്ത, ഇതിനിപ്പോൾ ഇ ബുക്കാണെങ്കിൽ വേറെ നോട്ടിഫിക്കേഷൻ വരാത്ത രീതിയിൽ നമ്മൾ വായിക്കുക. അല്ലെങ്കിൽ ലൈബ്രറി പോയോ വാങ്ങിച്ചോ ഒരു സാധാരണ പുസ്തകം വായിക്കുക. മണിക്കൂറുകളോളം ഒരൊറ്റ കഥയിൽ നമ്മൾ തലച്ചോറിനെ പിടിച്ചിരുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് GPS ഒക്കെ ഓഫ് ചെയ്ത് അത്യാവശ്യം നമ്മൾ എന്നും പോകുന്ന വഴി കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുക. വേറെ ആളോട് ചോദിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ മാക്സിമം ചിന്തിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇടയ്ക്കൊന്ന് വഴി തെറ്റിയാലും സീനില്ല, നമുക്ക് തിരുത്താമല്ലോ. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലെ പഴയ നമ്മൾ ഓർമ്മിച്ച് വെച്ചിരുന്ന മാപ്പുകൾ വീണ്ടും ആക്ടിവേറ്റ് ആവും. പിന്നെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ അറിയുമെങ്കിൽ പാട്ട് പാടാൻ ശ്രമിക്കുക, ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുക, കഥ എഴുതാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കാനായിട്ട് നോക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്, ബോറടിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഫോണില്ലാതെ വെറുതെ കുറച്ച് നേരം ഇരിക്കട്ടെ. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കാൻ പറ്റണം. നമ്മുടെ മനസ്സിനെ വെറുതെ അലഞ്ഞു തിരിയാനായിട്ട് വിടണം. ഈ സമയത്താണ് നമ്മുടെ തലച്ചോറിൻ്റെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ആക്ച്വലി പ്രവർത്തിക്കുന്നത്. അതായത് പുതിയൊരാശയം നമുക്കുണ്ടാകുന്നതും ഓർമ്മകളെ അത് അടുക്കി വയ്ക്കുന്നതും നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നതുമെല്ലാം അപ്പോഴാണ്. ഒഴിവു സമയങ്ങളിലെല്ലാം സ്ക്രീനുകൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു നെറ്റ്വർക്കിനെ പട്ടിണി കിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറയും. ബോറടി എന്ന് വെച്ചാൽ നമ്മൾ അടിക്കാതിരിക്കേണ്ട ഒരു സാധനമല്ല, ദാറ്റ്സ് എ ഫീച്ചർ. പുതിയ ചിന്തകൾ മുള പൊട്ടുന്ന മണ്ണാണത്. ഈ കൊച്ചു കൊച്ചു പ്രവർത്തികളെല്ലാം ഒരു തരം കൊഗ്നിറ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പദം കൊണ്ട് സൂചിപ്പിക്കാം. ഈ ലോകം നമ്മളെക്കൊണ്ട് ഉപേക്ഷിപ്പിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ കാട്ടിലെ വഴികൾ, അതിന് നമ്മൾ ബോധപൂർവം സംരക്ഷിക്കുന്നു. സോ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് ഒരു നെസസറി കണ്ടീഷനല്ല, ദാറ്റ്സ് എ സെലക്ഷൻ. നമ്മുടെ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കാത്ത ഒരു സിസ്റ്റത്തിന് മുന്നിൽ നമ്മുടെ ചിന്താപരമായ സ്വാതന്ത്ര്യത്തെ പതുക്കെ സുഖകരമായി അടവ് വയ്ക്കുന്ന ഒരു പ്രക്രിയയാണ് ബ്രെയിൻ റോട്ട്. പക്ഷേ നമ്മുടെ തലച്ചോറിന് അതിജീവന ശേഷിയുണ്ട്. ആ കാടിനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ആ വഴികളെ നമുക്ക് പുനർനിർമ്മിക്കാൻ പറ്റും, മുമ്പത്തേക്കാൾ ശക്തമായി. കാരണം അതൊരു കാട് മാത്രമല്ല, ആ കാടിനെ പരിപാലിക്കുന്ന തോട്ടക്കാരന് നമ്മൾ തന്നെയാണ്. അത് വെട്ടിക്കളയണോ വെട്ടിക്കളയണ്ടേ എന്ന് തീരുമാനിക്കുന്ന കത്രിക നമ്മുടെ കയ്യിലാണുള്ളത്. സോ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയുടെ ഓരോ സെക്കൻഡും നിങ്ങളുടെ മനസ്സിലെ വഴികളെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം എങ്ങോട്ടാണ് നോക്കാൻ പോകുന്നത്? സോ നിങ്ങൾ അടുത്ത റീൽസിലോട്ടോ ഷോർട്സിലോട്ടോ പോകുന്നതിന് മുമ്പ് ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ ഒരു കോഴ്സാണ്, എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാമെന്നുള്ളൊരു കുഞ്ഞൻ കോഴ്സ്. നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് പ്രതീക്ഷിച്ച് നിർമ്മിച്ചതാണ്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗപ്പെടും. ബൈ.